Hello guys, welcome back to my channel Gaming Brothers Hotel. It's me Adhanas calling guys. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് ബുക്ക് മാർക്കറായിട്ടാണ് വന്നത്. ബിക്കോസ് അതിനൊരു കാരണമാണ് ഗൈസ്. ഈ ബുക്ക് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്കൂളിലെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഒരു ബുക്ക് എടുത്ത് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ബുക്ക് കണ്ടത്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് നല്ല ബുക്കാണ്, വായിച്ച് നോക്ക്, നല്ല ബുക്കാണ്. അങ്ങനെ വെച്ചിട്ട് Hello guys, welcome back to my channel Gaming Brothers Hotel. So it's me Adhanas call me Adhi. അപ്പോൾ guys, ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആ വീഡിയോ ഇടാൻ തന്നെ കാരണം അത് എൻ്റെ കണ്ടന്റ് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഞാൻ ഒരു ബുക്ക് മാർക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ബുക്ക് കാരണം ഇത് ഞാൻ കുറേ ബുക്ക് വായിച്ചിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ്റെത്, എൻ്റെ ചേച്ചി, അങ്ങനെ കുറേ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഈ ബുക്ക് കാരണമാണ് ഞാൻ ഇന്ന് ബുക്ക് മാർക്കർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഇതിന് എത്ര പേജുണ്ട്? 124 പേജുണ്ട്. ഞാൻ ഇത്രയും വലിയ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇച്ചിരി ഇതാണ്. പേജ് നമ്പർ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാം. ഇതെന്തോന്ന് വെച്ചത്, ഇത് ഒരുമാതിരി മറ്റേ ഭയങ്കര വലിയ ബുക്ക്. അപ്പം ഞാൻ ഇത് എൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് എടുത്തത്. എൻ്റെ സ്കൂളിലത്തെ ലൈബ്രറിയിൽ നിന്നാണ് എടുത്തത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബുക്ക് എടുത്തത്. നല്ല ബുക്കാണ്. ഞാൻ വായിച്ചുകൊണ്ട് ഇരുന്നപ്പം എത്രയോ പേജ് എത്തിയപ്പോൾ അന്ന് നേരത്തെ സാഡ് ചെയ്തപ്പം അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ പോയി. അങ്ങനെ അത് ലോസ്റ്റ്. ആ പേജ് നമ്മൾ പിന്നെ തപ്പി ഞാൻ വീണ്ടും ഒന്നേന്നെ ഇരുന്ന് വായിച്ചാണ് കേസ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബുക്ക് മാർക്കർ ഉണ്ടാക്കുന്നത് വിചാരിച്ചത്. ബുക്ക് മാർക്ക് പറ്റിയിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗൈസ് താങ്ക്സ്. അപ്പം കുറേ കാർഡ്ബോർഡ് നോക്കി, പക്ഷെ ഒരു കാർഡ്ബോർഡും കിട്ടിയില്ല ഗൈസ്. കാർഡ്ബോർഡ് വെച്ചല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോകാം. കുറേ സ്ഥലത്ത് നോക്കി ഇവിടെ ഇത്രയ്ക്ക് നീണ്ടനായിരുന്നു ഗൈസ്. എൻ്റെ ടേബിളിൻ്റെ അടിയിൽ ഓർമ്മയിരിക്കാം. എന്നിട്ട് ഞാൻ എല്ലായിടത്തും പൊട്ടൻ തന്നെ. പക്ഷെ അങ്ങനത്തെ ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് കാർഡ്ബോർഡ് തന്നെ. തുറന്നു നോക്കാം. ഇത് തുറക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. തുറന്നു നോക്കാം. ഇപ്പം മനസ്സിലായി എനിക്ക് എന്താണ്. എൻ്റെ അച്ഛന് നേരത്തെ ഷർട്ട് കാണിച്ചേണ്ട ഇതാണത്. ഈ സാധനം എന്തെങ്കിലും എനിക്ക് ഇതൊക്കെ വെച്ച്, പക്ഷേ ഇത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു വല്ല വേറെ എന്തെങ്കിലും ആയിരിക്കുന്നു. അച്ഛൻ ഷർട്ട് കാണിച്ചേണ്ട ഇതായിരുന്നു. ഇത്രയും മറ്റേ ഏതോ ഒരു കാറിൻ്റെ ലോകമാണ്. അങ്ങനെ ഇതായിരുന്നു. എന്തോ വലുതാണ് ചെയ്തതാണ്. പക്ഷേ ഇതാണ് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വിഷയം മാറിപ്പോണ്ട്. അപ്പം ബുക്ക് മാർക്ക് അതാണ് നമ്മൾ ഉണ്ടാകുന്നത്. ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്ലാൻ മാറ്റാം. അതിനുള്ള സാധനങ്ങൾ എടുക്കണ്ടേ. ഓരോ സ്ഥലത്തെടുക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ, ഒരു സ്കെയിൽ എത്ര മീറ്ററുണ്ട്, 30 സെൻറ്റിമീറ്ററുള്ള 12 ഇഞ്ച്
സ്കെയിൽ ഞാൻ മെറ്റലാണ് എടുത്തേക്കണേ. ഏത് വലിയ ബുദ്ധി ഗൈസ്. പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു റബ്ബർ, ഒരു പെൻസിൽ ഗൈസ്. അപ്പം പിന്നെ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്കിത് ഞാൻ ഇവിടെയാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബുക്ക് പുറത്ത് ഇങ്ങനെ ആയിട്ടിരിക്കണതാണ് ഗൈസ് വേണ്ടത്. ഇത് ബുക്കെന്ന് വിചാരിച്ച് ഇങ്ങനെ ആക്കാം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഈ ഹോള് കണ്ടോ ഗൈസ്? ഇവിടെ ഒരു കറുവിടെ ഷേപ്പാണ്. അതേപോലെ ഇരിക്കുന്നതാണ് ഞാൻ ഒരെണ്ണം നോക്കുന്നത്. ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ശരിക്കും ഇത് എടുത്താൽ പോലെയാണ്. പക്ഷെ അത് ത്രില്ലല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആയിട്ടുള്ളത് തന്നെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബുക്ക് മാർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത്തിരി കുറവായി. നിങ്ങൾ എന്തായാലും നല്ലോണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ 2 ഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തു. അപ്പോൾ നമുക്ക് ബുക്കിൽ വെച്ച് നോക്കാം. വർക്കായാലും നമ്മൾ ഇത്രയും ചെയ്ത് ഒരു ഗുണമില്ല. നമുക്ക് നോക്കാം എവിടെയായിരുന്നു വായിച്ചിരുന്നത്. ഇവിടെ ഈ പേജ് നമ്പറൊക്കെ 20 ഇവിടെ വെച്ച് നോക്കാം. പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. യെസ്, നമ്മൾ ഇത്രയും തന്നെ കഷ്ടപ്പെട്ടത് വേസ്റ്റ് ആയില്ല. അയ്യോ ക്യാമറ പോലെ നമ്മൾ ഇത്രയും ചെയ്തത് ഒട്ടും വേസ്റ്റ് ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് അത് ഏത് ദിവസം പറയുന്നത്? 20 അങ്ങനെ ഓർത്ത് വെക്കാം ഗൈസ്. ബുദ്ധിയുള്ളവർക്ക് ക്യാമറ ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം. ബുദ്ധിയില്ലാത്തവർക്ക് ഓർത്ത് വയ്ക്കാം ഗൈസ്. അതെനിക്ക് എന്തായാലും ആവശ്യം വരും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.